ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് കിബുഹോയിലെ സെഗദാശ്യ ഈശോയെ കണ്ടുമുട്ടിയ ബാലൻ എന്ന പുസ്തകത്തിലെ അവസാനത്തെ ഭാഗങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. ഇതോടുകൂടെ ഈ പുസ്തകം അവസാനിക്കും. ഇന്ന് നമ്മൾ കാണുന്നത് ഈ സെഗദാശ്യയെ കോങ്കോയിലേക്കും അതുപോലെ മറ്റു രാജ്യങ്ങളിലേക്കും ഈശോയുടെ സന്ദേശം പ്രഘോഷിക്കാൻ വേണ്ടി ഈശോ പറഞ്ഞയക്കുന്നതാണ്. ഈ കോങ്കോ എന്ന് പറയുന്നത് പഴയ സയറാണ്. അവിടെ എപ്പോഴും ബഹളങ്ങളും ലഹളകളും മാനഭംഗവും കൊള്ളിവയ്പ്പും എല്ലാം ധാരാളം നടക്കുന്ന ഒരു പ്രദേശമാണ് ഈ കോങ്കോ. ഇത്രയും അപകടം നിറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് ഈ കൗമാരപ്രായക്കാരനായ സെഗദാശ്യയെ ഈശോ തൻ്റെ സുവിശേഷം അറിയിക്കാൻ, അതായത് ലോകത്തിൻ്റെ പോക്ക്, ഇനി എന്ത് സംഭവിക്കും, അതുപോലെ ഈശോ നമ്മെ സ്നേഹിക്കുന്നു, സ്നേഹവും ക്ഷമയും സാഹോദര്യവും മനസ്സിൽ കൊണ്ടുവന്നില്ലെങ്കിൽ വലിയ അപകടം പതിയിരിക്കുന്നുണ്ട്. ഇതാണ് ഈശോയ്ക്ക് അറിയിക്കാനുള്ളത്. ഇതിന് സെഗദാശ്യയെ കർത്താവ് ഉപയോഗിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഈ സെഗദാശ്യയ്ക്ക് ഒന്നും അറിഞ്ഞുകൂടാ. ഒരു മൺകുടിലിൽ ഒരു പഠിപ്പുമില്ലാത്ത ഈ ബാലൻ കോങ്കോയിലേക്ക് യാത്രയാവുകയാണ്. സെഗദാശ്യയ്ക്ക് വേറെ ഒന്നും അറിഞ്ഞുകൂടാ. ഈശോ പറഞ്ഞിട്ടുണ്ട്, ലോകം മുഴുവനും അറിയിക്കേണ്ട സന്ദേശങ്ങൾ അറിയിക്കണം. അതുകൊണ്ട് മറ്റൊന്നും അറിയാൻ സെഗദാശ്യ മെനക്കെട്ടില്ല. അവൻ യാത്രയായി, ബാഗിൽ വസ്ത്രങ്ങളൊക്കെ നിറച്ച്. അങ്ങനെ സെഗദാശ്യയുടെ ഈ കോങ്കോയിലേക്കുള്ള സുവിശേഷ യാത്രയാണ് നമ്മൾ കാണുന്നത്. സ്വതവേ ഈ റുവാണ്ടക്കാർ സ്വന്തം ദേശം വിട്ട് ഒരു സ്ഥലത്തേക്കും അങ്ങനെ പോകാത്തവരാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈശോ പറയുന്നത് സെഗദാശ്യയോട് ഇങ്ങനെ കോങ്കോയിലേക്ക് പോകണമെന്ന്. അങ്ങനെ ആ സന്ദേശം അറിഞ്ഞ ഉടനെ, ഈശോയുടെ ആഗ്രഹം അറിഞ്ഞ ഉടനെ സെഗദാശ്യ യാത്രയാവുന്നുണ്ട്. ഭൂമിയിലെ യാതൊന്നും ഒരു ശക്തിക്ക് അവനെ പിടിച്ചു നിർത്താൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. എന്നിട്ട് പറയാണ്, നമുക്കൊന്നും എത്താനാവാത്ത അത്രയും ഉയരത്തിലാണ് അവൻ്റെ ഇച്ഛാശക്തിയും തീരുമാനങ്ങളും. ഇങ്ങനെ ഒരു ഇച്ഛാശക്തിയും തീരുമാനങ്ങളും നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളേറെ പ്രാർത്ഥിക്കണമെന്നാണ് ഇമ്മാക്കുലി പറയുന്നത്. അതുപോലെ 1988 അന്വേഷണ കമ്മീഷൻ ഒരു പ്രത്യേക സമ്മേളനം വിളിച്ചുകൂട്ടി സെഗദാശ്യയുടെ കോങ്കോയിലെ 2 വർഷത്തെ സുവിശേഷ പര്യടനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ കേൾക്കാനായിട്ട് ഈ സെഗദാശ്യയെ വിളിക്കുകയാണ്. അന്വേഷണ കമ്മീഷൻ സെഗദാശ്യയോട് ചോദിച്ചു, എങ്ങനെയായിരുന്നു നിന്റെ സുവിശേഷ പ്രഘോഷണ യാത്ര എന്ന്. അപ്പോൾ സെഗദാശ്യ കൊടുക്കുന്ന ഉത്തരമാണ് നാം വായിച്ച് കേൾക്കാൻ പോകുന്നത്. 1986 ജനുവരി 1-ാം തീയതി ഈശോ എന്നെ കാണാൻ വന്നു. സെഗദാശ്യ പറയുന്നതാണ്, ബുട്ടാരയിൽ എൻ്റെ മുറിയിലേക്കാണ് വന്നത്. എന്നിട്ട് പറഞ്ഞു, സയറിലേക്ക് പോകാൻ സമയമായി. അവിടെ 200-ലധികം ഭാഷകളുണ്ട്. ഒന്നും സെഗദാശ്യയ്ക്ക് അറിയില്ല. ആരോട് സംസാരിക്കുക, എവിടെ താമസിക്കുക, ഒന്നും അറിഞ്ഞുകൂടാ. ഈശോ പറഞ്ഞു, നീ എൻ്റെ സന്ദേശവാഹകനാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല, നിനക്ക് എല്ലാം നന്നായി ചെയ്യാൻ കഴിയും. അത് പറഞ്ഞിട്ട് ഈശോ പിന്നെ പറയുകയാണ്, കിവു തടാകത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള പർവ്വതനിര വരെ നീ ബസ്സിൽ പോവുക. ബുക്കാവു നഗരത്തിലെത്തി അതിർത്തി കടക്കുക. ബുക്കാവു കള്ളന്മാർക്കും കൊലപാതകൾക്കും പേര് കേട്ട പട്ടണമാണ്. എന്നിട്ട് സെഗദാശ്യയ്ക്ക് പണം നൽകിയ ഖമിൽ എന്ന യുവാവ് പറഞ്ഞു, നീ ഒറ്റയ്ക്ക് പോയാൽ കൊള്ളസംഘം നിന്റെ പുറകെ എത്തും. ഭാഗ്യവശാൽ സെഗദാശ്യ ഈശോയോട് കിബുഹോയിൽ വെച്ച് സംസാരിക്കുന്നത് കണ്ടിട്ടുള്ള ഒരു വ്യക്തിയെ അതിർത്തിയിൽ വെച്ച് കണ്ടു. എല്ലാം ഈശോയുടെ ക്രമീകരണങ്ങളാണ്. അങ്ങനെ അദ്ദേഹമാണ് ഈ സെഗദാശ്യയെ മെത്രാൻ്റെ പക്കലേക്ക് എത്തിക്കുന്നത്. അങ്ങനെ സെഗദാശ്യ അവിടെ സുവിശേഷം പ്രഘോഷിച്ച് വരുന്ന ഒരു അനുഭവമാണ്. അങ്ങനെ അവിടെ സുവിശേഷം പ്രഘോഷിച്ചപ്പോൾ പിതാവ് പെട്ടെന്ന് അനുവാദം പിൻവലിച്ചു.
കാരണം അവിടെ അനുവദിച്ചില്ല. കാരണം ജനക്കൂട്ടം ഇങ്ങനെ ഓടി വരികയാണ് ഇവൻ്റെ സുവിശേഷ പ്രഘോഷണം കേൾക്കാൻ. അപ്പം അവിടെ ഈ ആളുകളൊക്കെ കൂട്ടം കൂടി നിൽക്കുന്നതൊക്കെ ഭയങ്കര കുറ്റമാണ്. എന്നിട്ട് പിന്നെ സൈറിലെത്തി 2 മാസം കഴിഞ്ഞപ്പോൾ ഗോമയിലെ മെത്രാൻ, രാജ്യത്തിൻ്റെ വടക്ക് വശത്തുള്ളൊരു നഗരമാണത്, അദ്ദേഹം സെഗദേശയെ ചായയ്ക്ക് ക്ഷണിച്ചു. എന്നിട്ട് പറഞ്ഞു, സുവിശേഷം പ്രഘോഷിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ രാഷ്ട്രീയ പാർട്ടികളെ ആകർഷിക്കരുത് എന്ന്. പിന്നെ അങ്ങനെ പ്രസംഗിച്ചു തുടങ്ങി. 1000-1500 ആളുകൾ സെഗദേശയുടെ പ്രസംഗം കേൾക്കാനായിട്ട് വന്നുകൂടി. ഓർക്കണം, ഈ രാജ്യങ്ങളിലൊന്നും കൂട്ടം കൂടി നിൽക്കാൻ പാടില്ല. അങ്ങനെയുള്ളൊരു മോശപ്പെട്ട രാജ്യമാണ്. നമ്മൾ കണ്ടു കഴിഞ്ഞല്ലോ, സകലവിധ അഴിമതികൾ നടക്കുന്ന, പട്ടാപ്പകല് കൊള്ളയും കൊലയും നടത്തുന്ന ഒരു രാജ്യത്ത് ഇത്തിരി പോകുന്ന ഈ ഒരു പൊടിപ്പയ്യൻ അവിടെ നിന്ന് ഈശോയെ പ്രസംഗിക്കാൻ ഈശോ ഇടവരുത്തി. അതിനായിട്ട് ദൈവമെല്ലാം ക്രമീകരിച്ചു എന്ന് വേണം കരുതാൻ. പിന്നത്തെ ഒരു അത്ഭുതമുണ്ടായത്, 200-ലധികം ഭാഷകളുള്ള ഒരു സ്ഥലത്താണ് ചെന്ന് പറ്റിയിട്ടുള്ളത്. അവിടെ നടന്ന അത്ഭുതം എന്താണെന്നോ, ആദ്യം സെഗദേശിക്ക് അറിയാവുന്ന ഭാഷയിൽ സംസാരിക്കും. അപ്പോൾ അവർ അവരുടെ ഭാഷയിൽ തർജ്ജമ ചെയ്യും. പിന്നെ തർജ്ജമക്കാർ ശരിക്കും പറയുന്നുണ്ടോ എന്നുള്ളൊരു സംശയം തോന്നി. ഈശോയോട് പ്രാർത്ഥിച്ചു. പിന്നെ നടന്നത് അത്ഭുതമാണ്. 2 ആഴ്ചയ്ക്കുള്ളിൽ എവിടെ സെഗദേശി ചെല്ലുന്നുവോ അവിടുത്തെ ഭാഷ സെഗദേശി പഠിച്ചിരിക്കും. അങ്ങനെ അത്ഭുതകരമായിട്ട് സെഗദേശി തന്നെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? എന്നിട്ട് പറയാം, എനിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല, പക്ഷെ ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്. അങ്ങനെ ഈശോ ആഗ്രഹിച്ച സമയം വരെ സെഗദേശിയ ഈ രാജ്യങ്ങൾ മാറി മാറി സംസാരിക്കുകയാണ്. അത് അവിടെയൊക്കെ ഉള്ള ഭാഷകളിൽ സംസാരിക്കാനുള്ള കൃപ കൊടുത്തു. സത്യം പറഞ്ഞാൽ അത് ഭാഷാവരം എന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് ഭാഷാവരം. അതുപോലെ സിലുബ ഭാഷ പഠിക്കുന്നു, ലിംഗാല ഭാഷ പഠിക്കുന്നു. അങ്ങനെ ഭാഷകളൊക്കെ പഠിച്ച് ഈ ഭാഷകളിലൊക്കെ ഇവന് പ്രാർത്ഥിക്കാനും അറിയാം. അന്വേഷണ കമ്മീഷൻ ചോദിച്ചു, നിനക്ക് ഈ ഭാഷകളിൽ പ്രാർത്ഥിക്കാൻ അറിയോ? പ്രാർത്ഥിക്കാനും അറിയാമെന്ന് പറഞ്ഞു. അങ്ങനെ അന്യഭാഷകളിൽ ഈ പൊടിപ്പയ്യൻ ഈശോയെക്കുറിച്ച് പറയാൻ ഈശോ അവനെ ക്രമപ്പെടുത്തി. അതുപോലെ വിവിധ ജനങ്ങളോടും വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ളവരോടും നീ ഇങ്ങനെ ഭാഷ സംസാരിച്ചു അല്ലേ എന്ന് ചോദിച്ചപ്പോൾ സെഗദേശിയ വളരെ കർശനമായിട്ട് പറയുകയാണ്, ഞാൻ സകല ദൈവജനത്തോടും ഇത് സംസാരിച്ചു എന്ന്. സെഗദേശിക്ക് അതിലൊരു സംശയം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരിക്കൽ ഒരു പ്രൊട്ടസ്റ്റന്റുകാരൻ വന്ന് ചോദിച്ചത്രേ, ഞങ്ങളുടെ മതം പറയുന്നു പരിശുദ്ധ കന്യകയോട് പ്രാർത്ഥിക്കേണ്ട എന്ന്. അവളൊരു സാധാരണ സ്ത്രീയല്ലേ, മറ്റു സ്ത്രീകളെ പോലെ. കത്തോലിക്ക വിശ്വാസം പറയുന്നു ജപമാല ചൊല്ലിയില്ലെങ്കിൽ സ്വർഗത്തിൽ പോവുകയില്ല എന്ന്. നിങ്ങൾക്ക് മേരി ഭയങ്കര പ്രാധാന്യം അർഹിക്കുന്ന ആളാണ്. ഈശോ അതേപ്പറ്റി എന്ത് പറയുന്നു എന്ന്. സെഗദേശി പറഞ്ഞു, ജപമാല ചൊല്ലിയില്ലെങ്കിൽ സ്വർഗത്തിൽ പോവില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. ഈശോ പറഞ്ഞത്, അധികം സ്വർഗീയ രഹസ്യങ്ങൾ അറിയാവുന്നവരോട് ദൈവം അധികമായി ആവശ്യപ്പെടും. കത്തോലിക്ക സഭയിൽ സ്വർഗീയ രഹസ്യങ്ങൾ കൂടുതലായിട്ട് ജനങ്ങൾക്ക് വെളിപ്പെടുത്തി കിട്ടിയിട്ടുണ്ട്. അവരോട് അതിനനുസരിച്ച് ചോദിക്കും. നിങ്ങൾക്ക് ഇത്രയേ വെളിപ്പെടുത്തി കിട്ടിയിട്ടുള്ളൂ എങ്കിൽ നിങ്ങൾ അതനുസരിച്ച് ദൈവം നിങ്ങളോട് പറയുന്നത് ചെയ്യുക, സ്നേഹിക്കുക. ഇതാണ് കർത്താവ് പറഞ്ഞിട്ടുള്ളത്. ഇത് ചെയ്ത് നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾക്കും സ്വർഗം കിട്ടും എന്നാണ് സെഗദേശി പറഞ്ഞത്. ഈ സെഗദേശിയുടെ സുവിശേഷ പ്രഘോഷണ യാത്രക്കിടയിൽ അവൻ്റെ അമ്മയും സഹോദരങ്ങളും ഒക്കെ മരണമടഞ്ഞു. അതിൽ നിനക്ക് വിഷമമുണ്ടോ എന്ന് ചോദിച്ചു. എന്നിട്ട് ചോദിച്ചു, പരിശുദ്ധ അമ്മ നിന്നെ ആശ്വസിപ്പിച്ചോ എന്ന്. സെഗദേശി പറഞ്ഞു, എനിക്കേറെ വിഷമമുള്ള കാര്യമാണിതെല്ലാം. പരിശുദ്ധ അമ്മ എന്നെ വന്ന് ആശ്വസിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. അങ്ങനെ അമ്മ മരണമടഞ്ഞു. അത് റേഡിയോയിൽ സെഗദേശിയുടെ ഒപ്പം ഉണ്ടായിരുന്ന ആള് കേൾക്കുകയാണ് ഈ കൊലയുടെ വാർത്ത. അങ്ങനെ നിക്കോളാസ് എന്ന് പറയുന്ന ആ മനുഷ്യൻ അയാളുടെ കയ്യിലുള്ള പൈസ സെഗദേശിക്ക് കൊടുത്തിട്ട് പറഞ്ഞു, നീ അപ്പനെ പോയി കാണ്. അങ്ങനെ സെഗദേശി അപ്പനെ പോയി കാണുന്നുണ്ട്. കാണുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലുള്ളൊരു അപ്പൻ, ജീവിക്കണോ മരിക്കണോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരപ്പൻ.
പക്ഷെ അപ്പൻ്റെ അടുത്ത് അധികം നേരം നിൽക്കാൻ പറ്റിയില്ല. സഹദേശിക്ക് ഈശോ പറഞ്ഞത് ചെയ്യണ്ടേ. അതിനുവേണ്ടി സഹദേശി വേഗം പുറത്ത് വന്നു. അപ്പനെ കണ്ട് അപ്പം തന്നെ പുറത്ത് കിടന്നു. എന്നിട്ട് പറയാണ്, ലോകവും അതിലെ സമസ്തവും കടന്നു പോകും, തൻ്റെ വചനം മാത്രം നിലനിൽക്കും. എൻ്റെ ഈ ഭൂമിയിലെ സമയം അവസാനിക്കും മുമ്പ് എനിക്ക് എന്നെ ഏൽപ്പിച്ച ജോലി ചെയ്യണം. അപ്പോഴൊക്കെ സഹദേശിയുടെ മനസ്സിൽ ഈശോയാണ് ഉണ്ടായിരുന്നത്. ഈശോ പറഞ്ഞ കാര്യം ചെയ്യുക, വേഗം ഈശോയുടെ സന്നിധിയിലേക്ക് എത്തുക. കാരണം അവൻ്റെ മരണം അടുത്തു എന്ന് ഈശോ തന്നെ അവനോട് പറഞ്ഞിട്ടുള്ളതാണ്. അതിനാൽ ആ സമയം കൊണ്ട് സുവിശേഷ പ്രഘോഷണം പൂർത്തിയാക്കാനുള്ള ഒരു തത്രപ്പാടായിരുന്നു. അങ്ങനെ സയർ എന്ന രാജ്യത്തിൽ സഹദേശ എല്ലായിടത്തും പോയി പ്രസംഗം നടത്തി എല്ലാവരെയും ഈശോയുടെ ഈ സന്ദേശം അറിയിച്ചു. അപ്പോൾ ഈശോ പ്രത്യക്ഷനായി പറഞ്ഞു, നീ എൻ്റെ സന്ദേശങ്ങളാണ്, എൻ്റെ മാർഗങ്ങളാണ് പിന്തുടരേണ്ടത്, ഞാൻ പറയുന്നതാണ് ചെയ്യേണ്ടത്. അതിനിടയിൽ സഹനങ്ങൾ വരുമ്പോൾ ഇത് നിർത്തിപ്പോകരുത് എന്ന്. അങ്ങനെ പിന്നീട് യാത്ര തുടരാൻ പറ്റാതെ ഒരാഴ്ചകളൊന്നും ചെയ്യാനാവാതെ ഹോട്ടൽ മുറിയിൽ കിടന്നു എന്നാണ് പറയുന്നത്. അതിനിടെ പിന്നെ പോകേണ്ടത് ലുബുംബാഷിയിലേക്കാണ് പോകേണ്ടത്. അത് സയറിൻ്റെ തെക്കേ അതിർത്തിയിലൊരു പട്ടണം. അവിടേക്ക് പോകാൻ എന്ത് ചെയ്യും? അങ്ങനെ ഇരിക്കുമ്പോൾ വിൻസെൻ്റ് എന്നൊരു റുവാണ്ടക്കാരനെ കണ്ടുമുട്ടുകയാണ്. അദ്ദേഹം ടിക്കറ്റും പൈസയൊക്കെ കൊടുത്ത് എന്നിട്ട് ഇവനെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇവന് ഈ ചതിയും വഞ്ചിയും കൈക്കൂലിയും ഒന്നും അറിയില്ല. ഇപ്പം വിൻസെൻ്റ് പറഞ്ഞു, നിനക്ക് ദൈവത്തിൻ്റെ ഭാഷ മാത്രമേ അറിയൂ, ഈ ഭാഷ കൂടി നീ പഠിക്കണമെന്ന്. അങ്ങനെ ഇവന് ടിക്കറ്റ് കിട്ടാതെ വന്നപ്പോൾ ഇവൻ കൈക്കൂലി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇപ്പം നീ ഈ ഭാഷയൊക്കെ പഠിച്ചു തുടങ്ങിയെന്ന്. അങ്ങനെയുള്ളൊരു രാജ്യം. അങ്ങനെ രണ്ടുപേരും കൂടി യാത്ര തുടർന്നു. ആ സമയത്ത് ട്രെയിനിൽ വെച്ച് മുഖംമൂടികൾ വന്ന് സകല മനുഷ്യരെയും സ്ത്രീകളെ മാനഭംഗപ്പെടുത്തലും കൊല നടത്തലൊക്കെ ചെയ്യാണ്. സഹദേശി ഇത് കണ്ട് മിണ്ടാൻ പറ്റാതിരുന്നു. അതിൽ ചിലർ കോടാലിയായിട്ട് വന്നിട്ട് പറഞ്ഞു, ചെക്ക, നിന്നെ കാണുമ്പോൾ ഒരു അച്ഛൻ്റെ ലുക്ക് ഉണ്ടല്ലോ, നീ ഒരു പുരോഹിതനാണല്ലേ, അപ്പം നിൻ്റെ കയ്യിൽ പൈസ ഉണ്ട്, വെടുക്കട പൈസ എന്ന് പറഞ്ഞു. ഉടനടി വിൻസെൻ്റ് പറഞ്ഞു, പൈസ വേഗം കൊടുത്തോ. അങ്ങനെ പൈസ എടുത്ത് കൊടുക്കുമ്പോഴേക്കും ഒരു തട്ടിപ്പറിച്ച് വാങ്ങിയിട്ട് ഉന്തിയിട്ടിട്ട് പോയി. അങ്ങനെ ഇവർ തെറിച്ച് പിന്നെ മറ്റൊരു കമ്പാർട്ട്മെൻറ്റിൽ കയറാണ്. അങ്ങനെ കയറി വരുമ്പോഴേക്കും മരിക്കേണ്ടവരൊക്കെ മരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് റെയിൽവേക്കാരൊക്കെ വരുന്നത്. അങ്ങനെ ഈ വിൻസെൻ്റ് എന്ന് പറഞ്ഞ ആൾ പറയുന്നുണ്ട്, ഇത് എന്തൊരു ലോകമാണ്, എനിക്കിവിടെ ജീവിക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് തേങ്ങി കരയുന്നുണ്ട്. അങ്ങനെ ഈ വിൻസെൻ്റ് എന്ന് പറയുന്ന ആൾ ഈ പ്രത്യക്ഷീകരണങ്ങളെ വളരെയധികം സ്വാഗതം ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം പറയാണ്, കിബഹോയിൽ മേരിയും ഈശോയും വരാൻ കാരണം ഇത്തരം തിന്മകളും പാപവും പെരുകിയത് കൊണ്ടാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. പ്രിയ കൂട്ടുകാരെ, നമ്മുടെ സഹദേശ വീണ്ടും ട്രെയിൻ യാത്രയൊക്കെ ചെയ്ത് ഈ രാജ്യത്ത് ഈശോയെക്കുറിച്ച് ധൈര്യമായിട്ട് പ്രസംഗിക്കുകയാണ്. അതിനിടയിൽ അവന് ഒരു സ്ത്രീ ഒരു ലെറ്റർ കൊടുക്കുന്നുണ്ട്, പെട്രോനില്ല. എന്നിട്ട് പറയും, നിനക്ക് ആവശ്യം വരുമ്പോൾ ഇത് ഉപയോഗിച്ചോ. ഈ കത്ത് കൊടുക്കുമ്പോൾ ഉപദ്രവിക്കാൻ വന്ന ആളുകൾ മടങ്ങിപ്പോകുന്നുണ്ട്. അവൾ വലിയൊരു സ്ഥാനത്തിരിക്കുന്ന ആളാണ്. അങ്ങനെയൊരു സംഭവം ഉണ്ട്. പിന്നെ ഈ സഹദേശ ലുബുംബാഷിയിലേക്ക് പോകാണ്. അവിടെ വെച്ച് അവസാന നാളുകളെ കുറിച്ച് പ്രസംഗിക്കണം, അത് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറയാണ്, അപ്പം അങ്ങനെ വിൻസെൻ്റുമായിട്ട് യാത്ര ചെയ്യുമ്പോൾ ഈ വിൻസെൻ്റ് പറയാണ്, സാത്താൻ കറങ്ങി നടക്കുന്നുണ്ട് ഈ സ്ഥലത്ത്, അതുകൊണ്ട് ഇവിടെ എനിക്ക് താമസിക്കാൻ പറ്റില്ല. കുടുംബങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ ഇത്തരം സംഭവങ്ങൾ പട്ടാപ്പകൽ നടക്കുന്നത് ഈ സാത്താൻ ഇറങ്ങി നടക്കുന്നത് കൊണ്ടാണ്. പ്രിയ കൂട്ടുകാരെ, നമ്മുടെ നാടും അതിനോട് അടുത്തടുത്ത് വരികയാണ്. പട്ടാപ്പകൽ കൊലപാതകങ്ങൾ, മ്ലേച്ഛകരമായ കാര്യങ്ങൾ നടക്കുമ്പോൾ സാത്താൻ ഇറങ്ങി നടക്കാണ് ഈ ഭൂമിയിൽ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. അങ്ങനെ സഹദേശി അവിടെ നാടൊട്ടുക്ക് പ്രസംഗിക്കുന്നുണ്ട്. ഈ വിൽസൻ്റെ പിന്നെ ഇങ്ങോട്ട് മടങ്ങി വന്നിട്ടില്ല. അവിടെ നിന്ന് പോയ പിന്നെ അവൻ്റെ രാജ്യത്ത് തന്നെ താമസിച്ചത്. ഇവിടെ സഹദേശ 37 ഇടവകകളിൽ സംസാരിച്ചു, 10,000-ലധികം ആളുകൾ. അങ്ങനെ പിന്നെ ആശ്രമങ്ങളിൽ
അംഗവൈകല്യമുള്ളവരുടെ കൂട്ടായ്മകളിൽ അങ്ങനെ പല സ്ഥലത്തും പ്രസംഗിച്ചു. അതിൻ്റെ ഇടയിൽ ഈശോ ഒരു ദിവസം ഇവന് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, ഇനി നീ പറയേണ്ടത് ബഹുഭാര്യാത്വത്തെക്കുറിച്ചാണ്. ബഹുഭാര്യാത്വത്തെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങിയപ്പോഴാണ് സംഗതി വഷളായത്. കാരണം അവിടെയുള്ളവർക്കൊക്കെ 10-ലേറെ ഭാര്യമാരുണ്ടായിരുന്നു. അവർ പറയും, ഇതെന്താ ചെയ്യുന്നുണ്ട് കുഴപ്പം ഇങ്ങനെ? കാരണം ഞങ്ങൾക്ക് സ്ത്രീകൾക്ക് ഭർത്താക്കന്മാരെ കിട്ടണ്ടേ? ഞങ്ങളിതേ ഒരു സ്ത്രീ പറഞ്ഞു, ഞാൻ ഇതേ 10ാമത്തെ ഭാര്യയാണ് ഒരുത്തൻ്റെ, 3 കുട്ടികളുണ്ട്, ഞാനിനി എന്താ ചെയ്യുക? ഈ ഭർത്താവിനെ ഉപേക്ഷിക്കണോ? എൻ്റെ ദൈവത്തിനെ തേടി നടക്കണം എന്നാണ് പറയണേ. എൻ്റെ കുട്ടികൾക്ക് ആര് ഭക്ഷണം കൊടുക്കും? ഇനി നിങ്ങൾ രാത്രി വ്യഭിചാരം ചെയ്യാൻ പോകണോ ജീവിക്കണമെങ്കിൽ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ സെഗദേഷിയെ പറഞ്ഞു, ദൈവത്തിൻ്റെ നിയമപ്രകാരം ജീവിച്ചാൽ സ്വർഗം കിട്ടും. സെഗദേഷിയെ അതോടുകൂടി പലർക്കും അവിടെ ദേഷ്യയായി ഈ ബഹുഭാര്യത്വത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട്. അങ്ങനെ ഈ സെഗദേഷിയെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഒരു ദിവസം സെഗദേഷിയെ 1986 ക്രിസ്തുമസ് രാത്രിയിൽ ഒരു കരിസ്മാറ്റിക് ഗ്രൂപ്പ് ഒരു സ്വീകരണത്തിന് വിളിച്ചു, ഒരു ഡിന്നറിന്. അങ്ങനെ ആ ഡിന്നറിൽ വെച്ച് സെഗദേഷിക്ക് ഒരു ഗ്ലാസ് കൊക്കക്കോള കൊടുത്തു കുടിക്കാനായിട്ട്. ഇത് കുടിക്കുന്നതിനേക്കാൾ മുൻപ് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥന ചൊല്ലി സെഗദേഷ്യ. ആ സമയം ആ ഗ്ലാസ് ചൂട് പിടിച്ച് അതിൻ്റെ ചൂട് സെഗദേഷിയുടെ കൈകളിലെത്തി. ആരോ കൈ പിടിച്ച് തടന്ന പോലെ ചുണ്ടോടടുപ്പിക്കാൻ കഴിയുന്നില്ലേ ഗ്ലാസ്. അങ്ങനെ ഗ്ലാസിൻ്റെ അടിഭാഗം അടർന്നു വീണ് ഈ ദ്രാവകം നിലത്തൊഴുകി. അപ്പോഴാണ് മനസ്സിലായത്, ആ ഗ്ലാസ്സിൽ നിന്ന് പുക ഉയരുന്നു. ആരോ വിളിച്ചു പറഞ്ഞു, വിഷമാണ് വിഷമാണ് എന്ന്. അങ്ങനെ എല്ലാവരും ഈ സമ്മേളനം വിളിച്ചു കൂട്ടിയ വൈദികൻ പോലും ഭയാക്രാന്തനായി എന്നാ പറയുന്നത്. 6ാം പ്രമാണത്തിനെതിരെ പറഞ്ഞപ്പോഴാണ് വിഷം വന്നത്. പ്രിയ കൂട്ടുകാരെ, നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇത്രയും കാര്യങ്ങൾ ദൈവസ്നേഹമാണ്, മറ്റുള്ളവരെ സ്നേഹിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോഴൊന്നും ഇത്ര വലിയ കുഴപ്പമുണ്ടായില്ല. പക്ഷേ ബഹുഭാര്യാത്വം തെറ്റാണെന്ന് പറഞ്ഞപ്പോൾ വിഷം കലക്കി കൊടുത്തു. നമുക്ക് മറക്കാൻ കഴിയാത്തൊരു കാര്യം ബൈബിളിലുണ്ട്. സഹോദരൻ്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കുന്നത് പാപമാണെന്ന് പറഞ്ഞ സ്നാപക യോഹന്നാൻ്റെ ശിരസ് അറുത്തു. എവിടെയൊക്കെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടോ അവിടെയൊക്കെ ഭയങ്കര എതിർപ്പും അല്ലെങ്കിൽ കൊലപാതകവുമാണ് നടക്കുന്നത്. ഫാത്തിമയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, അവസാന കാലത്ത് ലോകം നശിക്കുക അശുദ്ധി എന്ന പാപം നിറഞ്ഞിട്ടാണ്. ഈ അശുദ്ധിക്കെതിരെ ആരെങ്കിലും പറഞ്ഞാൽ അവൻ്റെ കഥ കഴിഞ്ഞു. അതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ ഈ ഗ്ലാസ്സിൽ വിഷമുണ്ടെന്ന് പറഞ്ഞ് എല്ലാവർക്കും വിഷമായി. കാരണം ഇവനെ ക്ഷണിച്ചു വരുത്തിയവർക്കൊക്കെ ഭയങ്കര വിഷമായി. ഗ്ലാസിൻ്റെ ഓരോ കഷ്ണം ഓരോ കയ്യിലും പിടിച്ച് തലയ്ക്ക് മുകളിലേക്ക് ഉയർത്തി ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ഈ വിഷം ഇവിടെ വന്നത്? അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ അത്ഭുതം നടന്നു, സെഗദേഷിയുടെ ജീവൻ രക്ഷിച്ചു എന്ന് വിളിച്ചു പറഞ്ഞ് ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ ചെന്ന് പറഞ്ഞു, യഥാർത്ഥത്തിൽ ഈശോ സെഗദേഷിയെ അയച്ചിരിക്കുകയാണോ എന്നറിയാൻ താൻ ആ ഗ്ലാസ്സിൽ ആസിഡ് ഒഴിച്ച് കുടിക്കാൻ കൊടുത്തതാണെന്ന്. ഈശോ വന്ന് സെഗദേഷിയെ രക്ഷിച്ചാൽ സത്യം മനസ്സിലാക്കാമെന്ന് കരുതി ചെയ്തതാണെന്ന് തെറ്റ് ഏറ്റുപറഞ്ഞു. ഇതിനു ശേഷം പിന്നെ സെഗദേഷ്യ ആഘോഷങ്ങളും വിരുന്നിനൊന്നും പോയില്ല. വെറുതെ പരീക്ഷണത്തിന് നിൽക്കണ്ട എന്ന് വിചാരിച്ച്. അതുപോലെ പിന്നെ കൊടുക്കുന്ന ഗ്ലാസ്സുകളൊക്കെ കുടിക്കാൻ കൊടുക്കുമ്പോൾ ഓരോ വട്ടവും വിഷമിച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ ഈശോ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, മരണമുണ്ടായിരുന്നിടത്ത് ഇപ്പോൾ ജീവനുണ്ടായിരിക്കുന്നു, നീ ശക്തനും ധീരനുമായിരിക്കുക എന്ന് പറഞ്ഞു. നീ പ്രാർത്ഥന കൊണ്ട് നിന്നെ തന്നെ സംരക്ഷിച്ചില്ലെങ്കിൽ നിനക്ക് മുറിവേൽക്കും. അതുകൊണ്ട് പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്. പിന്നീടുള്ള 6 മാസക്കാലം പിന്നെ കാണപ്പെട്ടിട്ടില്ല ഈശോ. സയറിലുടനീളം സഞ്ചരിച്ച് സന്ദേശങ്ങളൊക്കെ നൽകി. അങ്ങനെ ഈശോ ഇവനോട് പറയാണ്, നീ നന്നായി തന്നെ ചെയ്തു എന്ന്. ഈശോ കുറേ നാൾ ഈശോ സെഗദേഷിയോട് പ്രത്യക്ഷപ്പെടാതെ നിന്ന ദിവസങ്ങളിലൊക്കെ സെഗദേഷ്യ ഭയങ്കരമായിട്ടുള്ള വിഷമങ്ങൾ അനുഭവിച്ചു എന്നാണ് പറയുന്നത്. നിരന്തരമായ പ്രാർത്ഥന കൊണ്ട് മാത്രമേ ഇതിന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്ന് ഈശോ പറഞ്ഞത് സത്യമായിരുന്നു.
അവൻ നിരന്തരമായ പ്രാർത്ഥനയിലായി പിന്നെ എന്നാണ് പറയുന്നത്. അതുപോലെ സാത്താൻ ഇവനെ പീഡിപ്പിക്കാൻ വന്ന ഒരു സംഭവം ഇവൻ്റെ അമ്മയും സഹോദരങ്ങളും മരിച്ച നേരത്താണ്. അതുപോലെ തന്നെ പല അത്ഭുതങ്ങൾ കർത്താവ് ഇവനെ മരണത്തിന് രക്ഷിക്കാനായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഒരിക്കൽ ഒരിടവകയിലെ പുരോഹിതർക്കായുള്ള വിശ്രമ മുറിയിൽ ഉറങ്ങുന്ന സമയത്ത് വല്ലാണ്ട് കാറ്റടിച്ചു. മഴയും ഇടിയും മിന്നലൊക്കെ ഉണ്ടായി. അപ്പോൾ ഇടവകയിൽ ഒരാൾ വന്ന് ഇവനെ ഉണർത്തി പ്രധാന കെട്ടിടത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞ് കൊണ്ടുപോയി. അവിടെ എത്തി നോക്കുകയാണ്. അപ്പോൾ കാണാം ഇവൻ വിശ്രമിച്ചിരുന്ന മുറിയുടെ മേൽക്കൂര അങ്ങനെ തന്നെ തകർന്ന് ആ റൂമിലേക്ക് വീണ് കിടക്കുന്നു. അതിൻ്റെ കല്ലുകളും ഇതുകളും എല്ലാം എടുത്തു മാറ്റാനായിട്ട് കുറേ സമയം പിടിച്ചു എന്നാണ് പറഞ്ഞത്. ആ അപകടത്തിൽ സകദേശ കൊല്ലപ്പെട്ടേനെ. പക്ഷേ ഈശോ അവിടെ നിന്ന് അവനെ രക്ഷിച്ചു. അതുപോലെ വേറൊരു അപകടത്തിൽ നിന്ന് രക്ഷിച്ചത് ഒരിടവകയിലെ അതിഥി മന്ദിരത്തിൽ വിശ്രമിക്കുന്ന സമയത്ത് ഒരു മെഴുകുതിരി കിടക്കും മുമ്പേ കത്തിച്ചു വെച്ചു. അത് ഒരു ലോഹത്തളികയിലാണ് കത്തിച്ചു വെച്ചത്. പ്രാർത്ഥിച്ച് പിന്നെ ഉറങ്ങിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ വന്ന് വിളിച്ചു. ആരോ ഒരാൾ തോളിൽ വന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, സകദേശ ഉണരൂ, വീട് അഗ്നിക്കിരയാകും മുമ്പേ നീ തീ കെടുത്തുക എന്ന്. നോക്കിയപ്പോൾ ഈ ലോഹത്തളിക മുഴുവൻ വെന്തുരുകി തീ വിഴുങ്ങിക്കഴിഞ്ഞു. അങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെട്ടു. പിന്നീട് വേറെ ഒരു സംഭവമുണ്ടായി. തെക്കേ സൈഡിൽ ഒരു പട്ടണത്തിൽ പ്രസംഗിച്ച ശേഷം വേറൊരിടത്തേക്ക് പോകാൻ ബസ് കാത്തു നിൽക്കുമ്പോൾ ഫ്രാങ്കോയിസ് എന്ന പേരിലൊരു പുരോഹിതനെ കണ്ടു. അവർക്ക് രണ്ടുപേർക്ക് ഒരു വഴിക്കാണ് പോകേണ്ടത്. അതുകൊണ്ട് ആ പുരോഹിതൻ പറഞ്ഞു, നമുക്ക് ഒരുമിച്ച് പോകാമെന്ന്. അങ്ങനെ അവർ കാറിൽ യാത്ര ചെയ്യാണ്. രാത്രിയായി ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഒരു സ്ത്രീ ഓടി വന്ന് കാറിന് കൈ കാണിച്ചു. അങ്ങനെ അവൾ കാറിൻ്റെ പുറകിലെ സീറ്റിൽ കയറി. വാവിട്ട് നിലവിളിക്കുന്ന ഒരു സ്ത്രീ. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, ഒരേ ഒരു മകളേ ഉള്ളൂ എനിക്ക്. ഒരു ദിവസം വൈകിട്ട് പട്ടാളക്കാർ വീട്ടിലിരച്ച് കയറി കൗമാരക്കാരിയായ എൻ്റെ മകളെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചു. മകൾ എതിർത്തു. പട്ടാളക്കാരിൽ ഒരാൾ കത്തി വലിച്ചെടുത്ത് ഉപദ്രവിച്ച ആളെ കുത്തി. അവരെല്ലാവരും കൂടി എൻ്റെ മുമ്പിലിട്ട് അവളെ മാറി മാറി കുത്തി. എൻ്റെ മുമ്പിൽ വെച്ചവൾ മരിച്ചു. ആ ചെകുത്താന്മാർ എൻ്റെ കുഞ്ഞിനെ കൊന്നു. ഭൂമിയിൽ എൻ്റെ ഏക നിധി അവളായിരുന്നു. ഇത് പറഞ്ഞ് ഇവരും സകദേശിയും ഫ്രാങ്കോയിസ് പുരോഹിതനും പരസ്പരം നോക്കുകയാണ്. ഇനി എന്താ ചെയ്യുക എന്ന് വിചാരിക്കുമ്പോഴേക്കും ഈ സ്ത്രീ എനിക്കിനി ജീവിക്കണ്ട എന്ന് പറഞ്ഞ് കാറിൻ്റെ ഡോറ് തുറന്നു ചാടി. അവൾ അവിടെ മരിച്ചു. ഇവരെന്ത് ചെയ്യും? അപ്പോഴേക്കും പോലീസ് വന്നു. എന്നിട്ട് ഈ ഫാദർ ഫ്രാങ്കോയിസിനെ അറസ്റ്റ് ചെയ്തു. എന്താണ് ചെയ്യുക? എന്നിട്ട് സകദേശിയ ഈ താമസ സ്ഥലത്ത് പോയി. അവന് ഭയങ്കര വിഷമമായി ഈ പുരോഹിതൻ അറസ്റ്റ് ചെയ്യപ്പെട്ടത്. പക്ഷെ അടുത്ത ദിവസം രാവിലെ സകദേശ ചെന്ന് ഈ സാക്ഷ്യം പറഞ്ഞ് ഫാദർ ഫ്രാങ്കോയിസ് മോചിതനായി. അങ്ങനെ പിന്നീട് ഈശോ പറഞ്ഞു, ഇനി നീ വീട്ടിലേക്ക് പോയിക്കോ, നിന്റെ ജോലി പൂർത്തിയായി. അങ്ങനെ ബാഗുകളൊക്കെ ഒരുക്കി യാത്രയ്ക്ക് പുറപ്പെട്ടു. ഇനി അവസാനം നമ്മുടെ ഇമ്മാക്കുലി ഉപസംഹാരമായി പറയുന്നത് ഇമ്മാക്കുലി എങ്ങനെയാണ് സകദേശിയെ കണ്ടത് എന്നാണ്. നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ പ്രവേശനം ലഭിച്ചപ്പോൾ ഈ ഇമ്മാക്കുലിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ 1 മണിക്കൂർ യാത്ര ചെയ്താൽ കിബുഹോയിലെത്താം. ഈ ഇമ്മാക്കുലിക്ക് കിബുഹോ എന്ന് പറഞ്ഞാൽ ഒരു ഹരാണ്. അതിനേക്കാൾ ഉപരിയാണ് സെഗദാഷ്യ എന്ന് പേര് കേട്ട. കാരണം ആ കൊച്ചു ബാലന് കർത്താവ് കൊടുത്ത സന്ദേശങ്ങൾ ഈശോ നേരിട്ട് കണ്ട് സംസാരിച്ച ഒരു വ്യക്തിയാണല്ലോ സകദേശ. അതുകൊണ്ട് ഇമ്മാക്കുലിക്ക് ഭയങ്കര സ്നേഹമാണ്. മാത്രമല്ല ബാലികയായിരുന്നപ്പോൾ അവളുടെ ഡാഡിയോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതായി ഈ കിബുഹോയിലേക്കൊന്ന് കൊണ്ടുപോയിട്ടില്ല. അവൾ പറയാണ്, 10 വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഈ യൂണിവേഴ്സിറ്റിയിൽ പ്രവേശനം ലഭിച്ചപ്പോൾ എനിക്ക് സന്തോഷമായി. 1 മണിക്കൂർ കൊണ്ട് ഡാഡി എന്നെ കൊണ്ടുപോകാത്ത കിബുഹോയിലേക്ക് എനിക്കിപ്പോൾ പോകാം എന്ന്. അങ്ങനെ ഈ 1992 അവൾ ഈ നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ടീമുകൾ പോകുന്നുണ്ടായിരുന്നു കിബുഹോയിലേക്ക്. അങ്ങനെ പോയി. പക്ഷെ അവിടെ ചെന്നപ്പോൾ കിബുഹോയിലെ സകദാഷിക്ക് ദർശനങ്ങളൊക്കെ നിന്നു പോയിരുന്ന സമയമാണ്. ഈശോയുടെ ദർശനങ്ങളൊക്കെ കഴിഞ്ഞ അവസാനത്തെ ദർശനം
സംഭവിച്ചു കഴിഞ്ഞു. എപ്പോഴും ഇമ്മാക്കുലിക്കൊരു ആഗ്രഹമുണ്ട്, ഈ സെഗദാശി ഒന്ന് നേരിൽ കണ്ടെങ്കിൽ, ഈശോനെ കണ്ട ആളല്ലേ, ഒന്ന് നേരിൽ കണ്ടെങ്കിൽ എന്ന്. അങ്ങനെ മനസ്സിലെപ്പോഴും ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മകനെ കാണാനായിട്ട്. ആ സമയത്താണ് അവളുടെ ഒരു മാരി എന്ന് പറയുന്ന കൂട്ടുകാരി വന്നിട്ട് പറഞ്ഞു, ഇമ്മാക്കുലി, ഞാനൊരു കാര്യം പറയട്ടെ, നിനക്ക് ലോകത്തെ ഏറ്റവും ഇഷ്ടമുള്ള ഒരാളെ ഈ ക്യാമ്പസിൽ വെച്ച് കാണാൻ പറ്റും എന്ന്. അപ്പോൾ ഇമ്മാക്കുലി പറഞ്ഞു, നീ കളി പറയാണ്, എന്താ നീ പറയുന്നത്? അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ ഫുട്ബോൾ താരങ്ങളുടെ അവരുടെയൊക്കെ പേര് പറഞ്ഞപ്പോൾ മാരി പറഞ്ഞു, ഇതാണ് നിനക്ക് ഏറ്റവും ലോകത്തിൽ ഇഷ്ടം കാണാൻ. അപ്പം പറഞ്ഞു, അല്ല, എനിക്ക് കാണേണ്ട ആൾ സെഗദാശിയാണെന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഇവളോട് ചോദിച്ചു, നീ സെഗദാശിയെക്കുറിച്ചാണോ പറയുന്നത് എന്ന്. മാരി പറഞ്ഞു, അതെ, സെഗദാശിയെക്കുറിച്ചാണ് മാരി പറയുന്നത് എന്ന് കേട്ടപ്പോൾ സെഗദാശി എന്ന വാക്ക് കേട്ടപ്പോൾ തന്നെ ഇമ്മാക്കുലി ചാടി എഴുന്നേറ്റു എന്നാണ് പറയുന്നത്. എന്നിട്ട് അവനെ കാണാനായിട്ട് ചാപ്പലിൻ്റെ ഓഫീസിൻ്റെ പടിക്കെട്ടിലിരുന്നു. അവിടെ നിന്ന് വിശ്വസിക്കാനാവുന്നില്ല സെഗദാശി ഇവിടെ എത്തി എന്നുള്ള കാര്യം. എന്നിട്ട് അതിനെ കാണാൻ കാത്തിരുന്ന് കണ്ടില്ല. അപ്പോഴാണ് പിയൂൺ പറയുന്നത്, സെഗദാശി വന്നു പോയി, ഇനിയും വരും, അപ്പോൾ നീയൊരു കുറിപ്പ് തന്നാൽ ഞാനത് അവന് കൊടുക്കാം എന്ന്. ഈ സെഗദാശിനെ കാണാനുള്ള ആഗ്രഹവും സെഗദാശിനെ കണ്ട എന്താണ് ചോദിക്കാൻ മുട്ടി നിൽക്കുന്നത് എന്താണെന്നറിയൂ. ഈശോ എങ്ങനെയുണ്ട്, ഈശോയെ കാണാൻ എങ്ങനെയുണ്ട്, ഈശോ ചിരിക്കുമോ, ഈശോ എന്തൊക്കെ പറഞ്ഞു, ഇത് ചോദിക്കാനാണ് ഈ മുട്ടി നിൽക്കുന്നത്. അപ്പോൾ ഈ സെഗദാശിയുടെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി കാത്തിരുന്ന് വീണ്ടും നിരാശപ്പെട്ടു. അങ്ങനെ ഒരു കുറിപ്പ് എഴുതി കൊടുക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് പിറ്റത്തെ ദിവസം സെഗദാശിയെ കണ്ട് സംസാരിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് സെഗദാശി വരുന്നു ഇവരുടെ ഹോസ്റ്റൽ റൂമിലേക്ക്. അങ്ങനെ സെഗദാശിയെ ഒരു ബാലനായിട്ടാണ് പ്രതീക്ഷിച്ചത്, 11 വയസ്സുള്ളൊരു കുട്ടി. പക്ഷേ ഇപ്പോൾ സെഗദാശി വളർന്ന ഒരു യുവാവായി തീർന്നു. അങ്ങനെ ഇമ്മാക്കുലിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഹായ് ഇമ്മാക്കുലി, ഞാനാണ് സെഗദാശി എന്ന്. അപ്പോൾ ഇമ്മാക്കുലി ഹായ് എന്നൊരു മറുപടി പറഞ്ഞു. പിന്നെ ഒന്നും വരുന്നില്ല, വായിൽ ഒന്നും ചോദിക്കാൻ വരുന്നില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ സ്ഥലകാല ബോധമൊക്കെ കിട്ടി. സെഗദാശി പറഞ്ഞു, ഞാൻ പോവാണ്, എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് ചെയ്യാനായിട്ട് എന്ന്. ആ സമയത്ത് ഇമ്മാക്കുലിക്ക് എന്താണ് പറയേണ്ടതെന്ന് ഒരു ബോധവും ഇല്ലാത്ത പോലെയാണ്. പെട്ടെന്ന് പറഞ്ഞു, എന്നോട് ക്ഷമിക്കൂ, ആളുകൾ സദാ ദർശനങ്ങളെക്കുറിച്ചും സന്ദേശത്തെപ്പറ്റിയും ചോദിച്ച് സെഗദാശിയെ ഏറെ ബുദ്ധിമുട്ടിച്ച് കാണും. അതുകൊണ്ടാണ് ഞാൻ അത് അധികം ചോദിക്കാഞ്ഞത്. പക്ഷെ ഞാനും അതിന് തന്നെയാണ് വന്നിട്ടുള്ളത് എന്ന്. അങ്ങനെ ഈശോയെക്കുറിച്ച്, ഈശോയുടെ കാര്യങ്ങളെല്ലാം സെഗദാശിയോട് ചോദിക്കുകയാണ്. സെഗദാശി പറയുന്നുണ്ട്, ഈശോയ്ക്ക് നല്ല ഉയരമുണ്ട്, 6 അടി 2 ഇഞ്ച് അല്ലെങ്കിൽ അതിലും കുറച്ചും കൂടി ഉയരം. പിന്നെ ഈശോയുടെ ആ വിവരണങ്ങളൊക്കെ പറയുകയാണ്. നല്ല വെളുത്ത വസ്ത്രമാണ് മിക്കപ്പോഴും അണിയുക. പിന്നെ ഷോള് ചിലപ്പോൾ ചുവപ്പോ അല്ലെങ്കിൽ വെള്ളയോ നിറമുള്ള ഒരു ഷോളാണ്. അങ്ങനെ സ്വർണത്തിൻ്റെ നിറം ഏതാണ്ട് റുവാണ്ടക്കാരെ പോലെയുള്ള നിറമാണ് എന്നൊക്കെ. അപ്പോൾ ഈ റുവാണ്ടക്കാരുടെ പോലെയുള്ള നിറത്തിൽ വരുന്നത്, റുവാണ്ടയിൽ വരുമ്പോൾ ഈശോ അങ്ങനെയാണ്. ഈശോ ഒരിക്കൽ പറഞ്ഞു അത്രയും, ഞാൻ എൻ്റെ പൂർണ്ണ മഹത്വത്തിൽ ദൈവത്തിൻ്റെ ശക്തിയിൽ വന്നാൽ ആ സൗന്ദര്യവും പ്രാഭവവും സെഗദാശിയെ നീ അതിജീവിക്കില്ല എന്ന്. ദൈവത്തിനെ ദൈവത്തിൻ്റെ രൂപത്തിൽ കണ്ടാൽ പിന്നെ ആരും നിലനിൽക്കില്ല. ഇത് സാധാരണക്കാരൻ്റെ വേഷത്തിൽ കണ്ടിട്ട് തന്നെ സെഗദാശിയ അധികം നിലനിന്നില്ല. എവിടെയും നമുക്ക് ഈ ഈശോ പ്രത്യക്ഷപ്പെട്ടത് അപൂർവേ കേൾക്കാറുള്ളൂ. അതൊക്കെ വലിയ വിശുദ്ധർക്കാണ് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. സിസ്റ്റർ ഫൗസ്റ്റീനയെ പോലെ മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ട് കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പക്ഷെ ഈശോ ഇതുപോലെ പ്രത്യക്ഷപ്പെട്ട് സംസാരിച്ചിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഈ സെഗദാശി എന്ന ബാലനോടാണെന്ന്. പിന്നീട് സെഗദാശി കുറേ വിവരണങ്ങൾ പറയുന്നുണ്ട്. കർത്താവ് സ്നേഹം, പ്രകാശം, മഹത്വം. ആ മഹത്വത്തിൻ്റെ മുമ്പിൽ ഞാൻ നിൽക്കുമ്പോൾ പലപ്പോഴും ഞാൻ വീഴാൻ തുടങ്ങിയിട്ടുണ്ട്, വീഴുമെന്ന് തോന്നും. അങ്ങനെയാണ് സെഗദാശി പറയുന്നത്. പിന്നെ സെഗദാശി പറയും, എനിക്ക് ആ സൗന്ദര്യമൊന്നും വിവരിക്കാൻ പറ്റില്ല, ഞാൻ വിവരിച്ചാൽ അത് ശരിയാവില്ല എന്ന്. എന്നിട്ട് ഇമ്മാക്കുലിയോട് പറയണ, ഇമ്മാക്കുലി മനസ്സിലാക്കേണ്ടത് ഇതാണ്, ഈശോ നമ്മുടെ ആത്മാവിൻ്റെ അഗാധത വരെ അറിയുന്നു. നമ്മുടെ ആശങ്കകളും സ്വപ്നങ്ങളും ആശകളും ഭയവും നന്മയും കുറവുകളും അറിയുന്നു. അവിടത്തേക്ക് നമ്മുടെ പാപങ്ങളും തെറ്റുകളും അറിയാം.
ഇത് നമ്മുടെ ആത്മാക്കളെ മോചിപ്പിക്കാനും സൗഖ്യപ്പെടുത്താനും നാം നമ്മുടെ ഹൃദയങ്ങളിൽ അവിടുന്ന് നമ്മെ സ്നേഹിക്കുന്നത് പോലെ നാം അവിടുത്തെ സ്നേഹിക്കാനും വേണ്ടിയാണ്. നമുക്ക് അവിടുന്ന് സഹനങ്ങൾ അനുവദിക്കുമ്പോൾ നമ്മുടെ ആത്മാക്കളെ ശക്തിപ്പെടുത്താനായിട്ടാണ്. അതുവഴി നാം സാത്താനോട് പൊരുതാൻ ശക്തിയുള്ളവരാകുന്നു. അവൻ നമ്മെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അവനെ തോൽപ്പിച്ച ഒരു ദിവസം ദൈവ സാന്നിധ്യത്തിൻ്റെ മഹത്വത്തിലേക്ക് നിത്യമായി നാം ചെന്നു ചേരണം. ഇതൊക്കെയാണ് സഹദാശിയുടെ സംസാരങ്ങൾ. അങ്ങനെ ഇമ്മാക്കുലിയോട് പറയുന്നുണ്ട്, ഞാൻ ഈശോയുടെ കൂടെ ഇരിക്കുമ്പോൾ എനിക്ക് അവിടുത്തെ പിരിയാൻ ഒട്ടും ഇഷ്ടമല്ല. ഇപ്പോൾ നീ എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞാൽ ഞാൻ ആ നിമിഷം ഈ ലോകം വിട്ട് പോകും. എന്നിട്ട് പറയാണ്, സ്നേഹത്തിൽ ജീവിക്കുക എന്നതിൻ്റെ അർത്ഥം അവിടത്തോട് അടുത്തായിരിക്കുക എന്ന്. അവിടത്തോട് അടുത്തായിരിക്കുക എന്നതിൻ്റെ അർത്ഥം സ്നേഹത്തിൽ ജീവിക്കുക എന്നാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഭൂമിയിൽ വെച്ച് തന്നെ നാം ദൈവത്തെ സ്നേഹിക്കണം, അവിടുത്തെ നമ്മുടെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കണം. നീ ഈ ഭൂമിയിൽ അറിയേണ്ട ഏക കാര്യം ഈശോ നിന്നെ സ്നേഹിക്കുന്നു എന്നതാണ്. അതുപോലെ കുറേ ചോദ്യങ്ങൾ ഇമാക്കുലി ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരുവിധം ചോദ്യം കഴിഞ്ഞപ്പോൾ ഹോസ്റ്റൽ റൂമിലേക്ക് ഇമാക്കുലി പോകുന്നുണ്ട്. സഹദാശിയും നടന്നു നീങ്ങി. ആ കൂടിക്കാഴ്ച കഴിഞ്ഞ് 18 മാസം കഴിഞ്ഞപ്പോൾ, അതായത് 1.5 വർഷം കഴിഞ്ഞപ്പോൾ, ലക്ഷോപലക്ഷം ജനങ്ങൾ കൊല ചെയ്യപ്പെട്ട, റുവാണ്ട തകർക്കപ്പെട്ട ആ ഭീകരമായ താണ്ഡവത്തിൽപ്പെട്ട് സഹദാശിയും കൊല്ലപ്പെട്ടു. ഒപ്പം ഇമ്മാക്കുലിയുടെ കുടുംബാംഗങ്ങളും. മനുഷ്യക്കുരുതിക്ക് 12 കൊല്ലം മുമ്പ് ഈശോ സഹദാശിയെ ഇതെല്ലാം കാണിച്ചിരുന്നു. മൃതശരീരങ്ങൾ, രക്തപ്പുഴ, കത്തിയെരിയുന്ന വീടുകൾ, കൊലയാളികൾ, കത്തിയെരിയുന്ന മനുഷ്യ ശരീരങ്ങൾ, ഇതെല്ലാം ഈശോ മുമ്പേ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. മനുഷ്യൻ്റെ ഹൃദയത്തിൽ വെറുപ്പ് നിറഞ്ഞാൽ ഇതൊക്കെ സംഭവിക്കുമെന്ന്. ഇതിൻ്റെ ഏക പരിഹാര മാർഗം സ്നേഹം കൊണ്ട് നമ്മൾ ഹൃദയത്തിൽ നിറയ്ക്കണം, എന്നാലേ ഇതിൽ നിന്ന് മോചനമുള്ളൂ എന്നാണ് പറയുന്നത്. കൊലപാതകികളുടെ തോക്കിനിരയായിട്ടാണ് സഹദാശിയ കൊല്ലപ്പെട്ടത്. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സന്ദേശവാഹകനെയാണ് അവർ കൊന്നതെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. പ്രിയ കൂട്ടുകാരെ, സഹദാശിയെക്കുറിച്ചുള്ള ഈ സന്ദേശങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇമ്മാക്കുലി നമ്മോട് പറയുകയാണ്, ഞാൻ ഈ പുസ്തകം എഴുതിയത് തന്നെ പ്രിയ വായനക്കാരെ, നിങ്ങൾ ഈശോയുടെ സന്ദേശങ്ങൾ അറിയാനും അവ മറ്റുള്ളവരെ അറിയിക്കാനും വേണ്ടിയാണ്. എൻ്റെ ഹൃദയത്തിൽ ഞാൻ സഹദാശിയെ ഈശോയെ കണ്ടുമുട്ടിയ ബാലൻ എന്ന നിലയിൽ എന്നും സ്നേഹിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യും. അവനെക്കുറിച്ച് കുറച്ചൊക്കെ മനസ്സിലാക്കിയ നിങ്ങളും അവനെ സ്നേഹിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. ഈശോ നമ്മെ സ്നേഹിക്കുന്നു. ആമേൻ. പരിശുദ്ധ അമ്മ നമുക്കായി പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഇങ്ങനെയാണ് ഇമ്മാക്കുലി അവസാനിപ്പിക്കുന്നത്. പ്രിയ കൂട്ടുകാരെ, 10 ഭാഗമായിട്ട് ഈ പുസ്തകം ഞാൻ വായിച്ചു തരികയായിരുന്നു നിങ്ങൾക്ക്. ഇത് വായിച്ചു തരുമ്പോൾ എൻ്റെ മനസ്സിലും ഈ സഹദാശിയ എന്ന ബാലൻ സ്ഥാനം പിടിച്ചിരിക്കുക. ഇനി നാം എപ്പോൾ സഹദാശിയെ കണ്ടുമുട്ടും? നാം മുകളിലോട്ട് പോകുമല്ലോ ഒരു ദിവസം. ഈശോ വന്ന് നമ്മെ വിളിക്കുമ്പോൾ നമ്മളും പോകണമല്ലോ. ആ വിളിക്കുന്ന സമയത്ത് ഞാൻ റെഡി കർത്താവേ എന്ന് പറയാൻ നമ്മുടെ ഹൃദയം ഒരുക്കണം. അതിന് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നാം ദൈവസ്നേഹത്താൽ നിറയണം, പരസ്നേഹത്താൽ നിറയണം. ബുദ്ധിമുട്ടാണ് ഈ ലോകത്ത് അത്, എങ്കിലും എന്നും അതിനായിട്ട് നമുക്ക് ശ്രമിക്കാം. എന്നാണ് ദൈവം ഈശോ നമ്മെ വന്ന് വിളിക്കുക എന്ന് നമുക്കറിയില്ലല്ലോ. ലോകാവസാനം പോട്ടെ, ലോകം അവസാനിക്കുന്ന സമയത്ത് അത് പിതാവിന് മാത്രമേ അറിയുള്ളൂ എന്നാണ് പറയണേ. അതിനെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ടെന്നും ഈശോ പറഞ്ഞിട്ടുണ്ട്. നീ നന്നായി ജീവിച്ചാൽ നീ എൻ്റെ കൂടെ ഉണ്ടാകും. ഈ പോയിൻ്റാണ് നമ്മൾ ഓർക്കേണ്ടത്. നീ നന്നായി ജീവിച്ചാൽ നീ എൻ്റെ കൂടെ സ്വർഗത്തിലുണ്ടാകും. സ്വർഗത്തിലേക്ക് എത്തുക എന്നതാണല്ലോ നമ്മുടെ ലക്ഷ്യം. അപ്പോൾ എപ്പോൾ വന്ന് ഈശോ വിളിക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഏത് നിമിഷവും നമ്മുടെ ഹൃദയം ഒരുക്കിയിരിക്കണം എന്നതാണ് ഇതിലെ പ്രധാന സന്ദേശം. അതല്ലാതെ ഇതെല്ലാം കേട്ട് വിഷമിച്ച് ദൈവമേ ലോകാവസാനം ഇപ്പോൾ വരും, അങ്ങനെ ഉണ്ടാവും, അന്ധകാരം വരും, കത്തിയാൻ വരും, ഇതൊന്നും നമ്മൾ ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മൾ നന്നായി ജീവിച്ചാൽ മതി. നമ്മൾ പ്രാർത്ഥിക്കുക, സഹിക്കുക, ബലി സമർപ്പിക്കുക, പരിശുദ്ധ കുർബാനയിലായിരിക്കുക, പരിശുദ്ധ ജപമാലയിൽ എപ്പോഴും പരിശുദ്ധ അമ്മയെ വിളിച്ചുകൊണ്ടിരിക്കുക,
നന്നായി വിശുദ്ധ ജീവിതം നയിക്കുക, ഈശോ പറയുന്നതനുസരിച്ച് പ്രാർത്ഥിക്കുക. ഇത്രയൊക്കെയേ വേണ്ടൂ. ലോകം കത്തിയെരിയുമ്പോൾ കത്തിയെരിയട്ടെ, അതിനേക്കാൾ മുമ്പ് നമ്മൾ കത്തിയെരിയോ എന്ന് നമുക്കറിയില്ലല്ലോ. ഓരോരുത്തരും അതൊക്കെ ചിന്തിച്ചിരിക്കുമ്പോഴേക്കായിരിക്കും പെട്ടെന്ന് ഒരു അറ്റാക്ക് വരിക, ഒരു കുഴഞ്ഞു വീഴൽ വരിക, ഒരു ആമാശയ ക്യാൻസർ വരിക. ഇങ്ങനെയൊക്കെ വന്നിട്ട് മനുഷ്യർ കർത്താവിൻ്റെ അടുത്തേക്ക് പോകും. അതുകൊണ്ട് ഉള്ള ജീവിതം നന്നായി ജീവിക്കാനുള്ള കൃപ തരണമേ എന്ന് കർത്താവിൻ്റെ കരുണയുടെ മുമ്പിൽ നമുക്ക് യാചിക്കാം. ഈ സന്ദേശങ്ങൾ എന്നും ഓർത്തിരിക്കുന്നത് നല്ലതാണ്. നിങ്ങൾ ഇതിനോടകം എല്ലാവരും ഈ പുസ്തകം വാങ്ങി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം നിങ്ങളെല്ലാവരും എന്നോട് മെസ്സേജിൽ ചോദിക്കുന്നുണ്ട്, ഫോൺ വിളിച്ചിട്ടല്ല കേട്ടോ, വാട്സപ്പിൽ മെസ്സേജ് റെക്കോർഡ് ചെയ്തിട്ട് എന്നോട് പറയുന്നുണ്ട് ഞങ്ങൾ ഈ പുസ്തകം വാങ്ങി, ഞങ്ങൾ ഈ പുസ്തകം വാങ്ങി. നല്ല കാര്യം. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്നും എടുത്ത് ഓർമ്മപ്പെടുത്തുന്നത് നല്ലതാണ്. എന്തായാലും സഗദേഷ്യ എന്ന ബാലന്, എന്ന യുവാവിനെ കാണാൻ ഞാനും കാത്തിരിക്കുന്നുണ്ട്. തമ്പുരാൻ അനുവദിക്കുന്ന സമയത്ത് ഭൂമിയിൽ വെച്ച് ഈശോയെ കണ്ടുമുട്ടിയ ആ യുവാവിനെ കാണാൻ സാധിക്കും. അപ്പോൾ അവൻ അവിടെ ചിലപ്പോൾ ഒരു മാലാഖിയായിട്ടുണ്ടാകും. ഞാൻ എവിടെയായിരിക്കും എന്നെനിക്കറിഞ്ഞുകൂടാ. എന്തായാലും ഈശോയെ കണ്ടെത്താൻ വേണ്ടി നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.